ഫ്രണ്ട്സ്, എല്ലാവർക്കും അജിത സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഞാൻ അജിത ശിവറാം. ഇന്ന് ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, ആക്സിലറി വേർബ്സ്. ഇംഗ്ലീഷിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക് തന്നെയാണ് ആക്സിലറി വേർബ്സ്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്നും ഇതിനെ വിളിക്കാം. ആക്സിലറി വേർബ്സിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് എന്താണ് വേർബ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും ക്രിയകൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് വേർബ്സ് എന്ന് പറയുന്നു. പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ വർക്ക് നടക്കുക, ഡ്രിങ്ക് കുടിക്കുക, സീ കാണുക, ടേക്ക് എടുക്കുക, അങ്ങനെ എല്ലാം തന്നെ പ്രവൃത്തികളാണ്. ഇങ്ങനെയുള്ള ആക്ഷൻ വേർബുകളെ ഡൈനാമിക് വേർബ്സ് എന്നും പറയാം. ഇനി പ്രവൃത്തികൾ മാത്രമല്ല കേട്ടോ, അവസ്ഥകൾ, അതായത് മെൻ്റൽ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്സ്. എക്സാമ്പിൾ ഫീലിങ്സ്, തോട്ട്, അതായത് ഹേറ്റ്, ലവ്, ലൈക്ക്, അങ്ങനെ എല്ലാം തന്നെ വേർബുകളാണ്. ഇത്തരം വേർബുകളെല്ലാം തന്നെ മെയിൻ വേർബുകളിൽ പെടുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആക്സിലറി വേർബ്സുകൾ എന്താണെന്ന് നോക്കാം. ഒരു സെൻറ്റൻസിൽ മെയിൻ വേർബുകൾക്ക് പൂർണ്ണമായ ഒരു അർത്ഥം കിട്ടുന്നതിന് വേണ്ടി വേർബുകളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന സഹായക ക്രിയകളാണ് ആക്സിലറി വേർബ്സ്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ്. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? ഒരു സെൻറ്റൻസിൽ മെയിൻ വേർബുകൾക്ക് പൂർണ്ണമായ ഒരർത്ഥം കിട്ടുന്നതിന് വേണ്ടി വേർബുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുന്ന ഹെൽപ്പിംഗ് വേർബ്സുകളെയാണ് നമ്മൾ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. ഓക്സിലറി വേർബ്സ് 24 എണ്ണമാണുള്ളത് കേട്ടോ. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, മേ, മൈറ്റ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, വിൽ, വുഡ്. അതുപോലെ മസ്റ്റ് നിർബന്ധം, യൂസ് ടു പതിവായി, നീഡ് ടു ആവശ്യം, ഓട്ട് ടു കടമ, ഡെയർ ടു ധൈര്യം. ഇത്തരം വേർബുകളെയാണ് നമ്മൾ ഓക്സിലറി വേർബ്സുകളായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്സിലറി വേർബ്സുകൾ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? പ്രൈമറി ഓക്സിലറി വേർബുകളും മോഡൽ ഓക്സിലറി വേർബുകളും. ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. ഈ 11 വേർബുകളും പ്രൈമറി ഓക്സിലറി വേർബുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ 11 വേർബുകൾ, അതായത് പ്രൈമറി ഓക്സിലറി വേർബ്സുകളെ 3 ഫാമിലി ആയിട്ട് തിരിച്ചിരിക്കുന്നു. ബി ഫാമിലി, ഡു ഫാമിലി, ഹാസ് ഫാമിലി. ഏതൊക്കെയാണ് ബി ഫാമിലിയിൽ ഉൾപ്പെടുന്നത്? ആം, ഈസ്, ആർ, വാസ്, വേർ എന്നിവ ബി ഫാമിലിയിൽ ഉൾപ്പെടുന്നു. അടുത്തത് ഡു ഫാമിലി. ഏതൊക്കെയായിരിക്കും? ഡു, ഡസ്, ഡിഡ്. ദെൻ ഇനിയുള്ളത് ഹാസ് ഫാമിലിയാണ് അല്ലേ. ഹാസ് ഫാമിലിയിൽ ഏതായിരിക്കും? ഹാസ്, ഹാവ്, ഹാഡ് ഇവ. ഓക്കെ, അപ്പോൾ മറ്റുള്ള ഹെൽപ്പിംഗ് വേർബുകൾ ഏതാണ്? മോഡൽ ഓക്സിലറി വേർബ്സുകളായിരിക്കും അല്ലേ. അത് നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. ദേ വിൽ ബൈ എ കാർ. അവർ ഒരു കാർ വാങ്ങിക്കും. ബൈ എന്നുള്ളതാണ് മെയിൻ വേർബ്. മെയിൻ വേർബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വിൽ എന്നുള്ള മോഡൽ ഓക്സിലറി യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി ഈ സെൻറ്റൻസ് മറ്റൊരു തരത്തിൽ എഴുതുകയാണെങ്കിലോ, ദേ വിൽ എ കാർ, അങ്ങനെ പറയുമോ? ഇല്ല, അതൊരു റോങ് ആയ സെൻറ്റൻസ് ആണ് അല്ലേ. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും മോഡൽ ഓക്സിലറീസ് മെയിൻ വേർബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മോഡൽ ഓക്സിലറി വേർബുകൾ എപ്പോഴും ഹെൽപ്പിംഗ് വേർബ് മാത്രമായിട്ടാണ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. എന്നാൽ പ്രൈമറി ഓക്സിലറി വേർബുകൾ ഹെൽപ്പിംഗ് വേർബും അതുപോലെ മെയിൻ വേർബായിട്ടും നമുക്ക് സെൻറ്റൻസിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനതൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാകുന്നു. ഇവിടെ ഐ എന്നുള്ളത് സബ്ജക്റ്റാണ് അല്ലേ. ടീച്ചർ എന്നുള്ളത് നൗണാണ്. അപ്പോൾ ഇവിടെ മെയിൻ വേർബായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ആം എന്ന ഓക്സിലറി വേർബിനെ, ഹെൽപ്പിംഗ് വേർബിനെ നമുക്ക് മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആം എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഞാനൊരു ടീച്ചർ ആകുന്നു. ഇവിടെ ആം എന്നത് മെയിൻ വെബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കൂ. ആം ടീച്ചിങ്. ഞാൻ പഠിപ്പിക്കുന്നു. ഇവിടെ ടീച്ചിങ് എന്നത് ഒരു മെയിൻ വേർബാണ്. മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ആം എന്നുള്ള ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ മെയിൻ വേർബിൻ്റെ സ്ഥാനത്തും അതുപോലെ ഓക്സിലറി വേർബിൻ്റെ സ്ഥാനത്തും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഓക്സിലറി വേർബ്സുകളാണ് പ്രൈമറി ഓക്സിലറി വേർബ്സുകൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഓക്സിലറി വേർബ്സുകളെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ ഫ്രം അജിത ശിവറാം.